പ്രിയപ്പെട്ട കുട്ടികളെ, പാദവാർഷിക പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അടിസ്ഥാന പാഠാവലി 6-ാം തരത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. ആകെ 6 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതുണ്ട്. ബാക്കി 5 പ്രവർത്തനത്തിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാം. കളി നിയമങ്ങൾ. ഒരു കളിയെക്കുറിച്ച് വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് ആ വിശദീകരണം പല ആവർത്തി വായിക്കുകയും താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയുമാണ്. ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് മുൻപ് 2-3 തവണ തന്ന ഖണ്ഡിക നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ യാതൊരു പ്രയാസവും നേരിടുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പ്രവർത്തനം ചെയ്യാൻ ആരംഭിക്കുക. ഒന്നാമത് ചോദ്യം തന്നിരിക്കുന്നത് എല്ലാ കളികൾക്കും ഇത് ബാധകമാണ്. ഏത്? ഉത്തരം കളി നിയമങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ചോദ്യക്കാരൻ എങ്ങനെ നടന്നാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? ഉത്തരം വട്ടത്തിൽ നടന്ന്. മൂന്നാമത്തെ ചോദ്യം, ചോദ്യം ആവർത്തിച്ച ശേഷം പറയേണ്ട മറുപടി എന്താണ്? ഉത്തരം കണ്ടു കണ്ടു മുത്തശ്ശിയെ. നാലാമത്തെ ചോദ്യം, ഈ കളിയുടെ പേരും അതുതന്നെ. ഏത്? വൃദ്ധസദനത്തിലേക്ക്. അടുത്ത ചോദ്യം, കഥയിലൂടെ പങ്കുവയ്ക്കുന്ന ആശയം. വാർദ്ധക്യം ബാധിച്ചവർ അവഗണിക്കപ്പെടുന്നു. ഇതാണ് കഥയിലൂടെ പങ്കുവയ്ക്കുന്ന ആശയം. ഇതോടുകൂടി ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം വിശകലന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. പ്രകൃതിയുടെ സ്നേഹസ്പർശം നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നത് വേഗമുറങ്ങൂ എന്ന കവിതയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗവും വേഗമുറങ്ങൂ എന്ന കവിതയിലെ ആശയവും വിശകലനം ചെയ്ത് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വേഗമുറങ്ങൂ എന്നുള്ള കവിതയിലുള്ള ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള കവിതാഭാഗം ശ്രദ്ധിക്കുക. ഉണ്ണി ഉറങ്ങുകിന്നുള്ളം നിറഞ്ഞുനൻ തൊട്ടിലാട്ടുന്നു തൈ തെന്നൽ വീണ്ടും. ഉണ്ണി ഉറങ്ങുകിന്നുള്ളം നിറഞ്ഞ്, ഉണ്ണി ഉറങ്ങിക്കോളൂ എന്ന് ഉള്ളം നിറഞ്ഞ് നിന്നെ തൊട്ടിലാട്ടുന്നു. ആര്? തൈ തെന്നൽ. തൈ എന്ന് പറഞ്ഞാൽ ചെറിയ ചെടിത്തൈയിൻ്റെ തെന്നൽ, ഇളങ്കാറ്റ്. തയ്യെ ഇളങ്കാറ്റ് വീശിക്കൊണ്ട് എന്ത് പറയുന്നു? ഉണ്ണി ഉറങ്ങൂ എന്ന് പറയുന്നു. ഉണ്ണി ഉറങ്ങുന്നു ഉള്ളം നിറഞ്ഞു നിൻ പുഞ്ചിരി പൈമ്പാൽ നുകർന്നു രാവും. രാത്രി എന്ത് ചെയ്യുന്നു? ഉണ്ണി ഉറങ്ങുന്നു. തൈത്തെന്നൽ, കാറ്റ്, തെന്നൽ ഇളങ്കാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ മരങ്ങൾ ഇളങ്കാറ്റ് വീശുകയും ഉണ്ണി ഉറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഉണ്ണി ഉറങ്ങുന്നു ഉള്ളം നിറഞ്ഞ് നിൻ പുഞ്ചിരി പൈമ്പാൽ നുകർന്ന രാവ്. രാത്രി എന്ത് ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്? നിന്റെ പുഞ്ചിരിയാകുന്ന പൈമ്പാൽ, പശുവിൻ പാൽ. രാത്രി നിന്റെ പുഞ്ചിരിയാകുന്ന, ഉറങ്ങുന്ന ഉണ്ണിയുടെ പുഞ്ചിരിയാകുന്ന പൈമ്പാൽ നുകർന്ന് സന്തോഷിക്കുന്നു. കണ്ണിണ ചിമ്മാതിളകാതെ താരകൾ നിൽപ്പിതാ മേഘപ്പടവിലേറി. കണ്ണിണ ചിമ്മാതെ നിൽക്കുന്നു. ആര്? താരകങ്ങൾ, നക്ഷത്രങ്ങൾ. എവിടെ കയറിയിട്ട് എങ്ങനെ നിൽക്കുന്നു? മേഘപ്പടവിലേറിയിട്ട്, മേഘമാകുന്ന കൽപ്പടവിലേറിയിട്ട് കയറി നിന്നിട്ട്, മേഘപ്പടവിൽ കയറി നിന്ന് കണ്ണിണ ചിമ്മാതെ, 2 കണ്ണും ചിമ്മാതെ നോക്കി നിൽക്കുന്നു. എന്ത് കാണാൻ? ഉണ്ണി ഉറങ്ങുന്നത് കാണാനായിട്ട്. കൂമ്പി മയങ്ങുന്നോരാമ്പലിൻ ചേലിൽ നിന്നോമന പൂമുഖം നോക്കി. ഉറങ്ങുന്ന നിന്റെ പൂമുഖം എങ്ങനെയാണെന്നാണ് പറയുന്നത്? കൂമ്പി മയങ്ങുന്നൊരാമ്പലിൻ ചേലിൽ. മാമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പല് പകൽ സമയമാവുമ്പോൾ കൂമ്പിപ്പോവും. അങ്ങനെ കൂമ്പി വരുന്ന ഒരാമ്പലിൻ്റെ അത്രയും മനോഹാരിതയുള്ള
നിൻ്റെ മുഖം കാണാനായിട്ട് ആര് നോക്കി നിൽക്കുന്നു? മേഘപ്പടവിലേറിയിട്ട് കണ്ണിമ ചിമ്മാതെ താരകങ്ങൾ നോക്കി നോക്കി നിൽക്കുകയാണ് എന്ന് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. അതായത് കുഞ്ഞ് ഉറങ്ങാനായിട്ട് ചെടിത്തയ്യ്, വൃക്ഷത്തൈകൾ ഇളങ്കാറ്റ് വീശി ഉറക്കുന്നു. കുഞ്ഞുറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ പുഞ്ചിരിപ്പൈമ്പാൽ നുകർന്ന് രാത്രി എത്തുന്നു. കണ്ണിമ ചിമ്മാതെ മേഘമാവുന്ന പടവിലേറി ഇളകാതെ നിന്ന് ഒരു കൺപോള പോലും അടച്ച് ശബ്ദമുണ്ടാക്കാതെ കുഞ്ഞിൻ്റെ ഉറക്കം നോക്കി, ഓമനപ്പൂമുഖം നോക്കി നോക്കി രാത്രിയും നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ കവിതാഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. 2 കവിതകളിലും പ്രകൃതി 2 ഉണ്ണികളുടെയും 2 കുഞ്ഞുങ്ങളുടെയും ഉറക്കത്തിന് കാവലായി, തുണയായി, സംരക്ഷണമായി നിൽക്കുന്നുവെന്നും കുഞ്ഞിൻ്റെ സുഖനിദ്രയ്ക്ക് വേണ്ടി പ്രകൃതിയിലുള്ള പക്ഷികളും നക്ഷത്രങ്ങളും ചെടികളും മത്സ്യവും വെള്ളവും സൂര്യനും എല്ലാം കുഞ്ഞിൻ്റെ ഉറക്കത്തിന് കാവലായിട്ട്, കുഞ്ഞിൻ്റെ ഉറക്കത്തിന് തുണയായിട്ട് നിൽക്കുന്നു എന്നുള്ളതുമാണ് 2 കവിതാഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഈ 2 കവിതയിലെ ആശയങ്ങളും വിശദമാക്കി അങ്ങ് എഴുതിയാൽ വിശകലനക്കുറിപ്പ് തയ്യാറായി. ഇനി അതിലൊരു ബി ക്വസ്റ്റ്യനും കൂടിയുണ്ട്. പിച്ച വെച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും. ആർക്കാണ് കണ്ണീർ പൊഴിഞ്ഞത്? കുഞ്ഞുമോനാണ് കണ്ണീർ പൊഴിഞ്ഞത്. ഓക്കെ. 3ാമത്തെ പ്രവർത്തനം സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അനാഥ കുഞ്ഞുങ്ങളെപ്പോലെ തെങ്ങിൻ തോപ്പിൽ വീണ് കിടന്നിരുന്ന തേങ്ങകളെല്ലാം തേങ്ങാപ്പുരയിലേക്ക് പെറുക്കിയിടുന്ന അക്കമ്മയെ സംഗീത ചേച്ചിയാണ് ആദ്യം കണ്ടത്. സംഗീത ചേച്ചിയും അക്കമ്മയും തമ്മിൽ സംസാരിച്ചിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അക്കമ്മയും സംഗീത ചേച്ചിയും തമ്മിലുള്ള സംഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. സംഭാഷണം തയ്യാറാക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ, അതായത് അക്കമ്മയും സംഗീത ചേച്ചിയും പറയുന്ന കാര്യങ്ങളിൽ പരസ്പര ബന്ധവും ഒരു തുടർച്ചയും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. വാക്യഘടന, ശരിയായ രീതിയിലുള്ള പദങ്ങൾ, ശരിയായ രീതിയിലുള്ള പ്രയോഗങ്ങൾ, ആവശ്യമായ ശൈലികൾ എന്നിവയെല്ലാം സംഭാഷണത്തിൽ ഉപയോഗിച്ചിരിക്കണം. അതുപോലെ സംഭാഷണത്തിന് ശരിയായ രീതിയിലുള്ള ഒരു തുടക്കവും അതുപോലെ ശരിയായ രീതിയിലുള്ള ഒരു ഒടുക്കവും, സംഭാഷണം അവസാനിപ്പിക്കുന്നത് ഒരു ശരിയായ രീതിയിലുള്ള സംഭാഷണം അവസാനിപ്പിക്കുന്ന അതുപോലെയുള്ള നിയമങ്ങളെല്ലാം പാലിച്ചു വേണം സംഭാഷണം അവസാനിപ്പിക്കുന്നതും സംഭാഷണം തുടങ്ങുന്നതും. അതുപോലെ എഴുതുന്ന വാക്യങ്ങളുടെ ശരിയായ ഘടനയുള്ളതായിരിക്കണം. ചോദ്യങ്ങൾക്ക് ചോദ്യചിഹ്നം ചേർത്തിരിക്കണം. ആശ്ചര്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആശ്ചര്യചിഹ്നം ഉണ്ടായിരിക്കണം. പൂർണ്ണവിരാമം ചേർക്കേണ്ടടുത്ത് പൂർണ്ണവിരാമം, ഫുൾ സ്റ്റോപ്പ് എന്നിവ ചേർത്തിരിക്കണം. എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് സംഭാഷണം തയ്യാറാക്കേണ്ടത്. ശേഷം 4ാമത്തെ ചോദ്യം ഒരു വർണ്ണനയാണ് തന്നിട്ടുള്ളത്. മഴയുടെ വർണ്ണന. മഴ പൊഴിയാൻ തുടങ്ങി. ഓരോരോ കുഞ്ഞുതുള്ളികൾ പതിക്കുമ്പോൾ മേലാകെ കുളിരുകോരി. എന്തൊരു രസം! മനം തുള്ളിച്ചാടി. പെട്ടെന്ന് മഴയുടെ ഭാവം മാറി. കല്ല് പെറുക്കി എറിയും പോലെ വലിയ മഴത്തുള്ളികൾ. ഇത് ഒരു മഴയനുഭവം തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുണ്ടായ ഒരു മഴയനുഭവത്തിനെ വർണ്ണിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കുണ്ടായ മഴയനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു മഴ, നിങ്ങൾ കൊള്ളേണ്ടി വന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടി വന്ന ഒരു മഴ വർണ്ണിക്കുക. അത് വർണ്ണന എഴുതുമ്പോൾ അത് വായിക്കുന്ന ആൾക്ക് അതിലുള്ള ആശയം മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ അത് വർണ്ണിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു വേണം വർണ്ണന എഴുതാൻ. അനുയോജ്യമായ ഭാഷ, അനുയോജ്യമായ ഭാഷാശൈലി, വിശേഷപ്പെട്ട പ്രയോഗങ്ങൾ എന്നിവ ഉൾക്കൊണ്ടിരിക്കണം. നല്ല വാക്യഘടന, നേരത്തെ സംഭാഷണം തയ്യാറാക്കുമ്പോൾ പറഞ്ഞ അതേ രീതിയിലുള്ള ചിഹ്നനം മീൻസ് ചോദ്യചിഹ്നം, ആശ്ചര്യചിഹ്നം, ഫുൾ സ്റ്റോപ്പ്, സെമികോളൻ എന്നിവയെല്ലാം ചേർത്ത് തന്നെയാണ് വർണ്ണനയും എഴുതേണ്ടത്. അക്ഷരത്തെറ്റില്ലാതെ കൃത്യമായി എഴുതിയിട്ടുണ്ടായിരിക്കണം.
നല്ല ഭാവന കലർത്തിയ വായിക്കാൻ രസമുള്ള ഭാഷയിൽ തന്നെ വേണം വർണ്ണന തയ്യാറാക്കാൻ. അഞ്ചാമത്തെ പ്രവർത്തനം ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായി തന്നിട്ടുള്ളത് തേങ്ങ എന്ന പാഠഭാഗത്തെയും ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതാഭാഗത്തെയും അധ്വാനത്തിൻ്റെ മഹത്വം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് തേങ്ങ എന്ന പാഠഭാഗത്ത് അക്കമ്മ വീണ് കിടക്കുന്ന തേങ്ങകളെ കണ്ട് അവിടെ അവ അനാഥ കുഞ്ഞുങ്ങളെപ്പോലെയാണെന്ന് സങ്കല്പിച്ച് മനസ്സിൽ തോന്നി, സങ്കടം തോന്നി. ആ തേങ്ങകളെല്ലാം അവൾക്ക് തിന്നാൻ ഉള്ള കൊതി കൊണ്ടൊന്നുമല്ല എന്നവൾ പ്രത്യേകം പറയുന്നുണ്ട്. ആ തേങ്ങകളൊന്നും തന്നെ നശിച്ചു പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൾ ഓരോ തേങ്ങയും പെറുക്കി തേങ്ങാക്കൂട്ടിൽ കൊണ്ടുവന്നിടുന്നു. അതുപോലെ തന്നെ അവളുടെ അച്ഛനെയും അമ്മയെയും വിട്ട് ഒരുപാട് ദൂരെ ഒരു സമ്പന്നരുടെ ഭവനത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി എത്തുകയും അവിടെ ജോലി ചെയ്യുന്നതിന് മനസ്സാ തയ്യാറാവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിൽ അവിടെ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്ത് തൻ്റെ മക്കളുടെയും ഭാര്യയുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കാനായിട്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം വീട്ടിലെത്തുന്നു. അദ്ദേഹം തൻ്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളുമെല്ലാമാണ് കവിതാഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. കറ്റനാമാഴിക്കക്കരെ എത്താൻ എന്നൊരു വാക്ക് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. കറ്റനാമാഴി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുത്ത കടൽ. ഈ പദ്യഭാഗത്ത് കറുത്ത കടൽ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളുമാണ്. കുടുംബത്തിലുള്ള കഷ്ടപ്പാടുകളെല്ലാം തീർക്കാനായി ആ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കഠിനമായി ജോലി ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വിയർപ്പ് കൊണ്ട് ഉപ്പ് നാറുന്നത് അധ്വാനം കൊണ്ടുള്ള വിയർപ്പാണ്. അങ്ങനെ ഉപ്പ് നാറുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കറ്റനാമാഴിക്ക് അക്കരെ എത്തി ഈ കുടുംബത്തിൽ ശരിയായ സുഖമായ ജീവിതത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇദ്ദേഹം അധ്വാനിക്കുന്നു. അതേപോലെ അക്കമ്മയും തൻ്റെ അച്ഛനെയും അമ്മയെയും സഹായിക്കുന്നതിന് വേണ്ടി ദൂരെ ഒരു ഭവനത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. ഇവരും രണ്ടുപേരും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. അധ്വാനം എന്നുള്ളത് ഒരു മോശമായ കാര്യമല്ല, വളരെ പവിത്രമായ ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ ശരിയായ നല്ല രീതിയിൽ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് അനുയോജ്യമായ ഭാഷയിൽ ഖണ്ഡികകളാക്കി തിരിച്ച് വിശദമാക്കി ഭംഗിയായി നല്ല ഭാഷയിൽ തയ്യാറാക്കുക. നിങ്ങളുടെ സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും വ്യക്തമാക്കുക.